വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭർത്താവിന് ഇപ്പോൾ എന്നോട് പഴയതുപോലെ താൽപ്പര്യമില്ല. ഞാൻ എന്തു പറഞ്ഞാലും അതിനൊരു വിലയും കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സാമീപ്യം അദ്ദേഹത്തിന് സർവ്വസാധാരണമായി മാറിയതുകൊണ്ടാണ്. ഭർത്താവ് നിങ്ങളെ മടുക്കാതിരിക്കാനും എന്നും കൗതുകത്തോടെ നോക്കിക്കാണാനും ചാണക്യൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹത്തിന് അടിമയെപ്പോലെ ജീവിക്കണമെന്നല്ല, മറിച്ച് സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ബുദ്ധിയുള്ള ഒരു സ്ത്രീയായി മാറണം എന്നാണ്. എങ്ങനെയാണ് ഒരു പുരുഷന്റെ മനസ്സിൽ മടുപ്പ് തോന്നിക്കാത്ത വിധം സ്ഥാനം നിലനിർത്തുക? ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ പിതാവായ ചാണക്യൻ ഇതിനായി നിർദ്ദേശിച്ച അധികമാരും പറയാത്ത 7 രഹസ്യതന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സീക്രട്ട് വിസ്ഡമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദാമ്പത്യത്തിലെ വളരെ ഗൗരവമേറിയ, എന്നാൽ പല സ്ത്രീകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പലപ്പോഴും സ്നേഹം കൂടുമ്പോൾ നമ്മൾ ഭർത്താവിനു വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും വ്യക്തിത്വവുമെല്ലാം ത്യജിക്കാറുണ്ട്. എന്നാൽ ചാണക്യനീതിപ്രകാരം അമിതമായ വിധേയത്വം പലപ്പോഴും ബഹുമാനം കുറയുന്നതിന് കാരണമാകും. ഭർത്താവിന് നിങ്ങളോടുള്ള പ്രണയം നിലനിർത്താൻ സൗന്ദര്യത്തേക്കാൾ ആവശ്യം നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള ചില തന്ത്രങ്ങളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണ കേൾക്കുന്ന ഉപദേശങ്ങളല്ല. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിവുള്ള ചാണക്യന്റെ അഗാധമായ അറിവുകളാണ്. അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടാവുക. കാരണം ഇതിലെ ഓരോ കാര്യവും ഒന്നിനൊന്ന് ബന്ധപ്പെട്ടതാണ്. പാതി വഴിയിൽ നിർത്തിയാൽ ഇതിന്റെ പൂർണ്ണമായ ഗുണം നിങ്ങൾക്ക് ലഭിക്കില്ല. ദാമ്പത്യത്തിൽ എന്നും രാജ്ഞിമാരായി വാഴാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇത് മുഴുവനായി കാണുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ തന്ത്രം ചാണക്യൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിതമായ സാമീപ്യം അവഗണനയ്ക്ക് കാരണമാകും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ഭർത്താവിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടവളല്ലേ ഭാര്യ എന്ന്? തീർച്ചയായും അതെ. എന്നാൽ മാനസികമായി നിങ്ങൾ എപ്പോഴും ഭർത്താവിന് ചുറ്റും വട്ടം കറങ്ങുന്നവരാകരുത്. ഭർത്താവ് എപ്പോൾ വിളിച്ചാലും എന്തു പറഞ്ഞാലും സ്വന്തം തിരക്കുകളും ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ചെല്ലുന്ന പ്രകൃതമാണ് നിങ്ങളുടേതെങ്കിൽ ക്രമേണ നിങ്ങളുടെ വില കുറഞ്ഞുവരും. മനുഷ്യന്റെ മനഃശാസ്ത്രമനുസരിച്ച് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനോടും ആർക്കും വലിയ മതിപ്പുണ്ടാകില്ല. ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ലോകമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നണം. ഇടയ്ക്കെങ്കിലും അദ്ദേഹത്തെ ഒന്ന് മിസ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളില്ലാത്തപ്പോൾ വീട് നിശ്ചലമാണെന്നും നിങ്ങളുടെ സാന്നിധ്യം എത്രമാത്രം വലുതാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന്റെ നിഴലായി നടക്കരുത്. സ്വന്തം കാര്യങ്ങൾക്കും അല്പം സമയം കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യം, എല്ലാം തുറന്നു പറയുന്ന പുസ്തകമാകാതിരിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു നിഗൂഢത ഉണ്ടായിരിക്കണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനോട് ഒന്നും ഒളിക്കാൻ പാടില്ല എന്ന് കരുതി. സ്വന്തം വീട്ടിലെ ചെറിയ കാര്യങ്ങൾ മുതൽ അയൽപ്പക്കത്തെ വർത്തമാനങ്ങൾ വരെ, നിങ്ങളുടെ മനസ്സിലെ നിസ്സാരമായ പേടികൾ വരെ ഭർത്താവിനോട് പറയുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ഓർക്കുക, എല്ലാം അറിയാവുന്ന കാര്യത്തോട് മനുഷ്യന് കൗതുകം കുറയും. നിങ്ങളുടെ ഉള്ളിൽ ഇനിയും അദ്ദേഹത്തിനറിയാത്ത ചില തലങ്ങളുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ആകർഷണം നിലനിൽക്കുകയുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഭർത്താവിനെ മടുപ്പിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അടുത്തതായി എന്തു ചെയ്യും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു വശ്യത നിങ്ങളിലുണ്ടാകണം. അല്പം മൗനവും അർത്ഥവത്തായ നോട്ടങ്ങളും വാക്കുകളേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ എല്ലാ ചിന്തകളും അതേപടി പുറത്തേക്കിടാതിരിക്കുക. മൂന്നാമതായി, ഭർത്താവിനെ വല്ലാതെ ആകർഷിക്കുന്ന ഗുണമാണ് സ്വയം പര്യാപ്തത. പല സ്ത്രീകളും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് എന്റെ സന്തോഷം എന്റെ ഭർത്താവാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇത് കേൾക്കാൻ നല്ലതാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇത് ഭർത്താവിന് വലിയൊരു ഭാരമാണ്. നിങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ലേ, എനിക്ക് ശ്രദ്ധ തരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഭർത്താവിനത് മടുപ്പുണ്ടാക്കും. മറിച്ച് സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യുക, പുസ്തകം വായിക്കുക, പാട്ട് കേൾക്കുക, സുഹൃത്തുക്കളുമായി സംസാരിക്കുക. നിങ്ങൾ സന്തോഷവതിയായിരിക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി ഭർത്താവിനെ കാന്തം പോലെ ആകർഷിക്കും. ഇവൾക്ക് ഞാനില്ലാതെയും സന്തോഷിക്കാൻ അറിയാം എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ബഹുമാനം കൂട്ടുകയും നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ അദ്ദേഹം ഇങ്ങോട്ട് ശ്രമിക്കുകയും ചെയ്യും. കരയുന്ന സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ആർക്കും തോന്നും. പക്ഷേ ചിരിക്കുന്ന ആത്മവിശ്വാസമുള്ള സ്ത്രീയെയാണ് പുരുഷൻ പ്രണയിക്കുക. നാലാമത്തെ കാര്യം ചാണക്യനീതിയിലെ ഏറ്റവും ശക്തമായ പാഠമാണ്. ശരീരം വാർദ്ധക്യത്തിൽ ചുളിയും, പക്ഷേ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭർത്താവ് നിങ്ങളെ മടുക്കാതിരിക്കാൻ നിങ്ങളൊരു ബുദ്ധിമതിയായ മന്ത്രിയെപ്പോലെ പ്രവർത്തിക്കണം. ഭർത്താവ് ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ
വെറുതെ ആശ്വസിപ്പിക്കുന്നതിനു പകരം അതിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ലോകസ്ഥിതിയെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും അറിവ് നേടുക. വെറും സീരിയൽ കഥകളും ഗോസിപ്പുകളും മാത്രം സംസാരിക്കുന്ന ഭാര്യയേക്കാൾ ജീവിതഗന്ധിയായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഭാര്യയെയാണ് പുരുഷൻ ബഹുമാനിക്കുക. അദ്ദേഹത്തിന്റെ ജോലിയിലോ ബിസിനസ്സിലോ വല്ലപ്പോഴും നല്ലൊരഭിപ്രായം പറഞ്ഞു നോക്കൂ. എന്റെ ഭാര്യയ്ക്ക് നല്ല വിവരമുണ്ട് എന്ന് ഭർത്താവിന് തോന്നിയാൽ പിന്നെ അദ്ദേഹം ഒരു കാര്യവും നിങ്ങളോട് ആലോചിക്കാതെ ചെയ്യില്ല. ആ ബഹുമാനമാണ് പ്രണയത്തേക്കാൾ ദൃഢമായത്. അഞ്ചാമതായി, സ്പേസ് കൊടുക്കുക. സ്നേഹം കൂടുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ് ഭർത്താവിനെ വരിഞ്ഞു മുറുക്കുക എന്നത്. അദ്ദേഹം എവിടെ പോയാലും ആരെ വിളിച്ചാലും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വരാൻ തന്നെ മടുപ്പുണ്ടാക്കും. ചാണക്യൻ പറയുന്നു, വിശ്വാസമാണ് ബന്ധത്തിന്റെ അടിത്തറ. ഒരു കിളിയെ കൈക്കുള്ളിൽ അമർത്തിപ്പിടിച്ചാൽ അത് ചത്തുപോകും, എന്നാൽ തുറന്നുവിട്ടാൽ അത് തിരിച്ചുവരും. ഭർത്താവിനെ സുഹൃത്തുക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനും അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടങ്ങൾ നടക്കാനും അനുവദിക്കുക. നീ പൊയ്ക്കോ, ഞാനിവിടെയുണ്ട് എന്ന് പറയുന്ന ഭാര്യ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നിങ്ങൾ അദ്ദേഹത്തെ തടവിലിട്ടിട്ടില്ല എന്ന് തോന്നുമ്പോൾ അദ്ദേഹം സ്വമേധയാ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിയന്ത്രണങ്ങളില്ലാത്ത സ്നേഹമാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. ആറാമത്തെ കാര്യം, നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. വിവാഹം കഴിഞ്ഞ് കുട്ടികളായി ഇനി ആരെ കാണിക്കാനാണ് എന്ന് ചിന്തിച്ച് സ്വന്തം ശരീരം ശ്രദ്ധിക്കാതെ മുഷിഞ്ഞ വേഷത്തിൽ നടക്കുന്നവരോട് സഹതാപം തോന്നിയേക്കാം, പക്ഷേ ആകർഷണം തോന്നില്ല. ചാണക്യൻ പറയുന്നത്, വൃത്തിയും ഐശ്വര്യവും ഉള്ളിടത്ത് ലക്ഷ്മീദേവി വസിക്കും എന്നാണ്. ഇത് ഭർത്താവിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇഷ്ടം തോന്നണം. നല്ല വസ്ത്രം ധരിക്കുന്നതും വൃത്തിയായി നടക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. ആത്മവിശ്വാസമുള്ള സ്ത്രീയുടെ മുഖത്ത് ഒരു തേജസ് ഉണ്ടാകും. ആ തേജസ്സാണ് ഭർത്താവിനെ പിടിച്ചിരുത്തുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിച്ചു തുടങ്ങിയാൽ ഭർത്താവും നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതനാകും. ഏഴാമത്തെയും അവസാനത്തെയും തന്ത്രം, പുരുഷന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അംഗീകാരമാണ്. അദ്ദേഹം കുടുംബത്തിനു വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും നിങ്ങൾ പ്രശംസിക്കുക. കുറ്റപ്പെടുത്തലുകൾക്ക് പകരം നിങ്ങൾ ഇത് ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു നോക്കൂ. ചാണക്യൻ പറയുന്നു, മധുരമായ വാക്കുകൾ കൊണ്ട് കഠിനമായ മനസ്സിനെപ്പോലും കീഴടക്കാം. ഭർത്താവ് ചെയ്യുന്ന അധ്വാനത്തെ നിങ്ങൾ വിലമതിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന് മറ്റൊരിടത്തും സമാധാനം കിട്ടില്ല. നിങ്ങളുടെ അടുത്തും മാത്രമേ കിട്ടൂ. പരാതികൾ കുറച്ച് ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ചിരിക്കുന്ന ഭാര്യയാണ് ഏതൊരു പുരുഷന്റെയും ദൗർബല്യം. പ്രിയ സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കേവലം ഒരു വീട്ടമ്മ എന്നതിലുപരി ഭർത്താവിന്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി മാറാൻ നിങ്ങൾക്ക് കഴിയും. ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുവാങ്ങാൻ കഴിയില്ല. അത് നമ്മളിലേക്ക് ആകർഷിക്കണം. അതിനു വേണ്ടത് സൗന്ദര്യമല്ല, മറിച്ച് പക്വതയും ബുദ്ധിയും ആത്മവിശ്വാസവുമാണ്. നിങ്ങൾ ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കുക. അപ്പോൾ ഭർത്താവ് രാജാവിനെപ്പോലെ നിങ്ങളെ സംരക്ഷിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ 7 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രാവർത്തികമാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി സീക്രട്ട് വിസ്ഡം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ചാണക്യന്റെ അതീവ രഹസ്യമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. അതെന്താണെന്ന് അറിയാൻ കാത്തിരിക്കുക. അതുവരെ ഏവർക്കും നന്ദി. നമസ്കാരം.